ഹായ് ഒരുവൺ, വെൽക്കം ടു ആംഗ്ലോവേഴ്സ്. ഇന്ന് നമ്മൾ IELTS റൈറ്റിംഗ് ടാസ്ക് 2 ഡിസ്കസ് ബോത്ത് യൂസ് എസ്സേ എങ്ങനെ എഴുതുന്നു നോക്കാൻ പോവാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മുന്നേ നമ്മളൊരു വീഡിയോയിൽ എഗ്രി ഡിസഗ്രി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിരുന്നു. ആൻഡ് എഗ്രി ഡിസഗ്രി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്കസ് ബോത്ത് യൂസിന് കുറേ വ്യത്യാസങ്ങളുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കുറച്ചുകൂടി എളുപ്പമാണ് ഡിസ്കസ് ബോത്ത് യൂസ് എന്നുള്ളതാണ്. ഡിസ്കസ് ബോത്ത് യൂസിൽ കൃത്യമായിട്ട് രണ്ട് ഒപ്പോസിങ് ഒപ്പീനിയൻസ് നമുക്ക് കാണാൻ പറ്റും. അവിടെ തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും, ഒരു കാര്യം വേണോ വേണ്ടയോ എന്നുള്ള ഡിസ്കഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു വിഭാഗം പറയും സ്പോർട്സ് വേണമെന്ന്, എന്നാൽ മറ്റൊരു വിഭാഗം പറയും അതിൻ്റെ ആവശ്യമില്ലാതെ. അല്ലെങ്കിൽ വേറെ രീതിയിലും ക്വസ്റ്റ്യൻ വരാം. ലൈക്ക് ചിലർ പറയുന്നു നമ്മൾ ഹൗസസ് ബിൽഡ് ചെയ്യണം, ചിലർ പറയുന്നു നമ്മൾ പാർക്കുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സ് ബിൽഡ് ചെയ്യണം, അങ്ങനെ. സോ എവിടെയാണ് നിങ്ങളുടെ അഭിപ്രായം നിൽക്കുന്നത്, രണ്ടിൻ്റെയും ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണെന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ബോത്ത് യൂസിൽ മെയിനായിട്ട് അനലൈസ് ചെയ്യുന്നത്. ഒരു സാമ്പിൾ ഡിസ്കസ് ബോത്ത് യൂസിലെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മെനി പീപ്പിൾ ബിലീവ് കരിക്കുലം ഷുഡ് ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ഹിസ്റ്ററി. കുറേ ആൾക്കാർ വിശ്വസിക്കുന്നത് സ്കൂൾ കരിക്കുലം ചരിത്രത്തിൽ ഹിസ്റ്ററിക്ക് നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കണം എന്നാണ്. ഓൺ ദി അതർ ഹാൻഡ്, അതേസമയം മറ്റൊരു വശത്ത് അതർ പീപ്പിൾ തിങ്ക് സയൻസ് ഷുഡ് ബി ഗിവൺ മോർ ഇമ്പോർട്ടൻസ്. ശാസ്ത്രത്തിന്, സയൻസിനാണ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നാണ് മറ്റൊരു വിഭാഗം ആവശ്യപ്പെടുന്നത്. ഡിസ്കസ് ബോത്ത് യൂസ് ആൻഡ് ഗീവ് യുവർ ഒപ്പീനിയൻ. രണ്ട് സൈഡും നിങ്ങൾ ഡിസ്കസ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായവും അവസാനം പറയണം. സോ ഇതാണ് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ. ആൻഡ് ഇതിൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് പരിചയപ്പെടാം. സോ 5 പാരഗ്രാഫ് സ്ട്രക്ചറാണ് ഇവിടെയും മെയിനായിട്ട് വരിക. ആൻഡ് ഒന്നാമത്തെ പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ. സോ മുന്നേ ഞാൻ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എഗ്രി ഡിസഗ്രി ഡിസ്കസ് ചെയ്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്, പാരഫ്രൈസിങ്, തീസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ അതിലോട്ട് പോകുന്നില്ല. എങ്കിലും 5 പാരഗ്രാഫിൽ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുന്നു. പിന്നെ ബോഡി പാരഗ്രാഫ് 1 എഴുതുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒപ്പീനിയനെ നമ്മൾ സമർത്ഥിക്കുന്നു. നമ്മൾ കൃത്യമായിട്ട് അതിന് വേണ്ടി ആർഗ്യൂ ചെയ്യുന്നു. ഇവിടെ ഫസ്റ്റ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് എന്താ? ഹിസ്റ്ററിക്ക് ഫേവർ ചെയ്തിട്ടുള്ളതാണ്. ഹിസ്റ്ററിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സോ ബോഡി പാരഗ്രാഫ് 1 എന്തുകൊണ്ട് ഹിസ്റ്ററിയാണ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ അതിനെന്തുകൊണ്ട് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പിന്നീട് ബോഡി പാരഗ്രാഫ് 2 വരുന്നു. ആൻഡ് ദെയർ വി ഡിസ്കസ് ദ സെക്കൻഡ് ഒപ്പീനിയൻ, ദ ലാറ്റർ ഒപ്പീനിയൻ. സോ അവിടെ എന്താ പറയുന്നത്? സയൻസാണ് ഇപ്പോഴത്തെ കാലത്ത് വേണ്ടത്, അതെന്തുകൊണ്ടാണ് സയൻസിന് ഇത്ര പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് നമ്മൾ സെക്കൻഡ് ആർഗ്യുമെൻറ്റിൽ പറയുന്നു. ആൻഡ് ദെൻ ദർ ഇസ് ബോഡി പാരഗ്രാഫ് 3 ആൻഡ് ദാറ്റ്സ് വെർ യു ആർ ഗോയിങ് ടു ഗീവ് യുവർ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ കൃത്യമായിട്ട് പറയുന്ന ഒരു ചെറിയ പാരഗ്രാഫാണ് ബോഡി പാരഗ്രാഫ് 3. ആൻഡ് ഫൈനലി നമ്മൾ എഗ്രി ഡിസഗ്രി കണ്ട പോലെ തന്നെ ഒരു കൺക്ലൂഷൻ ഉണ്ടാവും. ആ കൺക്ലൂഷൻ പാരഗ്രാഫും ചെറുതായിരിക്കും. അവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ സമ്മറി ഓഫ് ബോത്ത് പോയിൻറ്റ്സ് ആയിരിക്കും കൊടുക്കേണ്ടി വരിക. സോ ഇതാണ് IELTS റൈറ്റിംഗ് ടാസ്ക് 2 ഡിസ്കസ് ബോത്ത് യൂസേഴ്സിലെ ഒഫീഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഈ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർ എസ്സേ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ എസ്സേയുടെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് കാണാൻ പറ്റും. സോ ജനറൽ സ്റ്റേറ്റ്മെൻറ്റും പാരഫ്രൈസിങ്ങും മൈ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ തീസിസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൻ്റെ ഉള്ളടക്കം എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ നമുക്ക് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് കാണാൻ പറ്റും. ദ സ്കൂൾ കരിക്കുലം ഇൻക്ലൂഡ്സ് എ മിക്സ് ഓഫ് കോർ സബ്ജക്ട്സ് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ടു സപ്പോർട്ട് വെൽ റൗണ്ടഡ് ഡെവലപ്മെൻറ്റ്. സോ ചോദ്യത്തിൽ തന്നെ കരിക്കുലത്തിനെ പറ്റിയും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയും അല്ലെങ്കിൽ കരിക്കുലത്തിൽ എന്ത് വേണം എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ക്വസ്റ്റ്യൻ ഇൻ ഹാൻഡ്. സോ ആ കരിക്കുലത്തിനെ പറ്റി ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ജനറൽ സ്റ്റേറ്റ്മെൻറ്റായി നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇറ്റ്സ് എ വെരി ഗുഡ് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ആർക്കും യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനത്തെ വേർഡ്സും കാര്യങ്ങളൊക്കെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? പാരഫ്രൈസ് ചെയ്യണം. ഇവിടെ 2 ഒപ്പീനിയൻ ഉണ്ട് പാരഫ്രൈസ് ചെയ്യാനായിട്ട്. എഗ്രി ഡിസഗ്രിയിൽ ഒരെണ്ണം ഉണ്ടായുള്ളൂ, ഇവിടെ 2 ഒപ്പീനിയൻ ഉണ്ട്. സോ 2 ഒപ്പീനിയനും നമ്മൾ പാരഫ്രൈസ് ചെയ്യണം. അത് എങ്ങനെയാണ് കൊടുത്തേക്കണമെന്ന് നമുക്ക് നോക്കാം. മെനി ഒപ്പൈൻ ദാറ്റ് ഇൻ ടുഡേസ് സ്കൂൾ കരിക്കുലം സയൻസ് ആൻഡ് ടെക്നോളജി ആർ മോർ ഇമ്പോർട്ടൻറ്റ്. കുറേയധികം ആൾക്കാർ അഭിപ്രായപ്പെടുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ടെക്നോളജിയും അല്ലെങ്കിൽ ശാസ്ത്രവുമാണ് കൂടുതൽ പ്രാധാന്യമേറിയത് അല്ലെങ്കിൽ ആവശ്യമുള്ളതെന്ന്. വൈ അതേഴ്സ് തിങ്ക് ദാറ്റ്, അതേസമയം മറ്റുള്ളവർ വിചാരിക്കുന്നു ഹിസ്റ്ററി ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് സബ്ജക്റ്റ്. ഹിസ്റ്ററിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഒരു വിഭാഗം ആൾക്കാർ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം ആൾക്കാർ വിശ്വസിക്കുന്നു. സോ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള 2 സൈഡും ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഹൗ വി പാരഫ്രൈസ്. പാരഫ്രൈസിംഗ് എന്ന് പറയുന്നത് ഏത് IELTS റൈറ്റിംഗ് ടാസ്ക് 2 ഒരുപോലെ ആട്ടോ. വി ആർ ഗോയിങ് ടു റൈറ്റ് ദ ക്വസ്റ്റ്യൻ ഇൻ ഡിഫറെൻറ്റ് വേർഡ്സ്. അതാണ് പാരഫ്രൈസിംഗ്. ദെൻ വി മൂവ് ഓൺ ടു മൈ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടുത്തെ മൈ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഓൺ ദ ഫെൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിനെയും പ്രത്യേകം ഫേവർ ചെയ്യുന്നില്ല, എന്നാൽ ഒരു മിക്സഡ് ഒപ്പീനിയൻ പറഞ്ഞേക്കുവാണ്. കൃത്യമായിട്ടുള്ള വേർഡ്സ് എങ്ങനെയാണ്? ഇൻ മൈ ഒപ്പീനിയൻ വൺ cannot be valued more than the other as both the past and the future are equally important in the present. ബോത്ത് ദ പാസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് ഹിസ്റ്ററിനെയും ഫ്യൂച്ചർ എന്ന് ഉദ്ദേശിച്ചത് ഓൾറെഡി ആ രീതിയിൽ ടെക്നോളജി അല്ലെങ്കിൽ സയൻസിനെയുമാണ്. സോ നമുക്ക് ഒന്നിനെയും അങ്ങനെ ഔട്ട് വേ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടെ മൈ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദിസ് ഈസ് എ വെരി ഗുഡ് വേ ഓഫ് കൺസ്ട്രക്റ്റിംഗ് യുവർ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. ഇനി നമുക്ക് ബോഡി പാരഗ്രാഫുകൾ എങ്ങനെ നിർമ്മിക്കാൻ പറ്റുമെന്ന് നോക്കാം.
ഒരു എസ്സേയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ബോഡി പാരഗ്രാഫ് തന്നെയാണ്. ആൻഡ് ബോഡി പാരഗ്രാഫിൽ എന്ത് വേണം? നമ്മുടെ മെയിൻ പോയിന്റ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ എക്സാമ്പിൾ. ഇവിടെ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എഴുതുന്നത് ഹിസ്റ്ററീനെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. സോ അങ്ങനെ എഴുതുന്ന സ്ഥിതിക്ക് നിങ്ങൾ ഹിസ്റ്ററി എന്തുകൊണ്ട് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സെൻറ്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഈ പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ് നമ്മുടെ സിവിലൈസേഷൻ്റെ എവല്യൂഷനെ ട്രാക്ക് ചെയ്യുന്നതും അത് നമുക്ക് മനസ്സിലാക്കി തരുന്നതും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ റൂട്ട്സും അവരുടെ എഫേർട്സും നമുക്ക് മനസ്സിലാകണമെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളണമെങ്കിൽ ഉറപ്പായിട്ടും ഹിസ്റ്ററി പഠിച്ചിരിക്കണമെന്ന് പറയുവാണ്. അതിനോടൊപ്പം തന്നെ ഇവിടെ മനോഹരമായിട്ടുള്ള എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ബൾബിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ബൾബ് എങ്ങനെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഹൗ ഇറ്റ് വാസ് ഇൻവെൻറ്റഡ് എന്ന് ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് ബൾബ് ഉണ്ടാവില്ലായിരുന്നു. ഭാവിയിലോട്ട് കുറച്ചുകൂടി പെർഫെക്ഷൻ നമുക്ക് വരുത്താനും പറ്റില്ലായിരുന്നു. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്ററി സോ ദാറ്റ് വി ക്യാൻ പ്രിസർവ് ദ പാസ്റ്റ് ആൻഡ് യൂസ് ഇറ്റ് ഫോർ ദ ഫ്യൂച്ചർ. അടുത്തതായി ബോഡി പാരഗ്രാഫ് 2. ബോഡി പാരഗ്രാഫ് 2 എന്ന് പറയുന്നത് സയൻസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. ഇവിടെ കൃത്യമായിട്ട് പറയുന്ന ചില സ്ട്രൈക്കിംഗ് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. അതായത് സൊസൈറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത് തന്നെ സയൻസാണ് ഇവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിനെ നേരിടാനും അല്ലെങ്കിൽ അവിടേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും നമ്മൾ എക്യുപ്പ് ചെയ്യാനായിട്ട് എല്ലാ കുട്ടികളെയും സയൻസിൻ്റെ നോളജ് പകർന്നു കൊടുക്കണം. അതിനുവേണ്ടി കരിക്കുലത്തിൽ സയൻസിൻ്റെ പ്രയോറിറ്റി കൂട്ടണമെന്നാണ് ഇവ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. സോ ഈ ഒരു പാരഗ്രാഫിൽ ഈവൺ ഇഫ് യു എഗ്രി ഓർ നോട്ട് സയൻസിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. സയൻസിന് വേണ്ടി നമ്മൾ വാദിക്കേണ്ടി വരും. എന്നാൽ മാത്രമാണ് നമുക്ക് ഡിസ്കസ് ബോത്ത് യൂസ് എസ്സേയുടെ ലാറ്റർ സൈഡ് അല്ലെങ്കിൽ രണ്ടാമത്തെ സൈഡ് ബോഡി പാരഗ്രാഫ് 2 നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആൻഡ് ഇതുപോലെയാണ് കൃത്യമായിട്ട് ഈ ലൈൻസ് ആണ് അല്ലെങ്കിൽ ഈ രീതിയിലാണ് നിങ്ങളുടെ ഡിസ്കസ് ബോത്ത് യൂസ് എസ്സേയുടെ സെക്കൻഡ് പോയിന്റ് എഴുതേണ്ടത്. ബോഡി പാരഗ്രാഫ് 3 ആണ് ഡിസ്കസ് ബോത്ത് യൂസ് എസ്സേയിലെ ഒപ്പീനിയൻ പാരഗ്രാഫ്. ഇവിടെ ഒപ്പീനിയൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇൻ മൈ ഒപ്പീനിയൻ ബോത്ത് ഹിസ്റ്ററി ആൻഡ് സയൻസ് ആർ എസെൻഷ്യൽ ഇൻ എ സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ. ഹിസ്റ്ററിയും സയൻസും ചരിത്രവും ശാസ്ത്രവും ഒരുപോലെ പ്രധാനപ്പെട്ടതെന്ന് പറയുവാണ്. അത് നമ്മൾ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിലും വായിച്ചതാണ് എന്താണ് ഈ റൈറ്ററിൻ്റെ സൈഡ് എന്നുള്ളത്. വൈൽ ഹിസ്റ്ററി പ്രൊവൈഡ്സ് ഇൻസൈറ്റ് ഇൻ ടു ദ പാസ്റ്റ്, സയൻസ് ഫോക്കസസ് ഓൺ ദ ഫ്യൂച്ചർ. ഹിസ്റ്ററി പാസ്റ്റിനെ പറ്റിയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂതകാലത്തിനെ പറ്റിയാണെങ്കിൽ സയൻസ് ശാസ്ത്രം നമ്മുടെ ഭാവി കാലത്തിനെ പറ്റിയാണ്. വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ഹിസ്റ്ററി എ ചൈൽഡ് കനോട്ട് കോംപ്രിഹെൻഡ് ദെയർ റൂട്ട്സ് ആൻഡ് വിത്തൗട്ട് ഗ്രാസ്പിംഗ് സയൻസ് ദേ കനോട്ട് ഫുള്ളി അപ്രിഷിയേറ്റ് ദ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ പോസിബിലിറ്റീസ്. സോ ചരിത്രം അറിയില്ലെങ്കിൽ, ഹിസ്റ്ററി അറിയില്ലെങ്കിൽ അവർക്ക് അവരുടെ റൂട്ട്സിനെ, അവരുടെ വേരുകളെ, അവരുടെ ആൻസസ്റ്റേഴ്സിനെ, അവരുടെ രീതികളെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ സയൻസിനെ നമ്മൾ എംബ്രേസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പോസിബിലിറ്റീസ് നമുക്ക് നഷ്ടപ്പെടുകയും വേണ്ട രീതിയിൽ അതിനെയും യൂസ് ചെയ്യാൻ പറ്റില്ല, ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ പറഞ്ഞേക്കുവാണ്. സോ ഓൺ ദ ഫെൻസ് ഒപ്പീനിയൻ ആണ് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു പരിധി വരെ നിങ്ങളുടെ ചോയ്സ് ആണ്. അതായത് കൃത്യമായിട്ട് യു ക്യാൻ ചൂസ് എ സൈഡ്. ഓർ ഇതുപോലത്തെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിലേമ വരുന്നൊരു സൈഡ് ആണെങ്കിൽ ഓൺ ദ ഫെൻസ് ആയിട്ട് രണ്ട് സൈഡിലും ചേരാത്ത രീതിയിൽ നിങ്ങൾക്കൊരു ഉത്തരം എഴുതാൻ പറ്റും. ഫൈനലി ദ കൺക്ലൂഷൻ പാരഗ്രാഫ്. സോ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൺക്ലൂഷനിൽ അധികം ഡെക്കറേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പോയിന്റ്സിൻ്റെ സമ്മറി മാത്രമാണ് ഇവിടെ ആവശ്യമുള്ളൂ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളൂ. To conclude, while some believe history is one of the most important subjects in school, others argue that science and technology hold the title. അതായത് നമ്മുടെ പാരഫ്രൈസിംഗ് പറഞ്ഞ പോലെ ചിലർ ഇങ്ങനെ പറയുമ്പോൾ ചിലർ മറ്റൊരു വശം പറയുന്നു. I believe both subjects carry equal weight and schools should focus on teaching them with equal emphasis. ഞാൻ വിശ്വസിക്കുന്നത് രണ്ടിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. സ്കൂളുകൾ രണ്ടും പഠിപ്പിക്കണമെന്നാണ്. ആൻഡ് നമ്മുടെ ഒപ്പീനിയനോടൊപ്പം തന്നെ നമ്മുടെ പോയിൻറ്റ്സിൻ്റെ സമ്മറിയും കൂടി ഇവിടെ കൊടുത്തതുകൊണ്ട് ഉറപ്പായിട്ടും ഒരു നല്ല കൺക്ലൂഷനായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്കും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് കൺക്ലൂഷൻ എഴുതാനായിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ. IELTS റൈറ്റിങ്ങിനെ പറ്റി കൂടുതൽ അറിയാനും നിങ്ങളുടെ ലെവലൊക്കെ ഒന്ന് മെഷർ ചെയ്ത് നോക്കാനായിട്ട് എല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സിലും ആംഗ്ലോവേഴ്സിൻ്റെ ഫ്രീ ഡെമോ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ മേക്ക് ഷുവർ ടു ചെക്ക് ദാറ്റ് ഔട്ട് ആൻഡ് സീ യു നെക്സ്റ്റ് വീക്ക്.